ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട് ഒത്തിരി അപ്ഡേഷനുകളാണ് നാൾക്ക് നാൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ അപ്ഡേഷൻ എന്നുള്ള കാര്യം നമ്മൾ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ആയ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നും പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുകയാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളർന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഇന്ന് നമ്മളെല്ലാവരും വളരെ വേഗത്തിൽ നമ്മുടെ ചാനലിലെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്നവരായിരിക്കും, അതുപോലെ ലോങ് വീഡിയോസോ ഇല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ എത്ര പേർക്കറിയാം നമ്മൾ എങ്ങനെ ചെയ്താലാണ് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നും എന്താണ് യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേഷൻ എന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ 1-2 ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന ചാനലുകളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു കൊളാബ് ചെയ്യുന്ന ചാനലാണ്. മരിക്കും. അതാ രണ്ടുപേരും വരുമ്പോൾ വെള്ളത്തിൽ ഹെൽമെറ്റ് കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് എടുത്തേക്കാന്ന് വെച്ച് അയാൾ ഒരുത്തതാ അതിനൊരു മട. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന അതനുസരിച്ച് അവർക്ക് 100% അവരുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കും. അങ്ങനെ പറയാനുള്ള കാരണം അവർ മുകളിലത്തെ പോർഷനിൽ മറ്റൊരാളുടെ വീഡിയോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും താഴെ അവരുടെ വീഡിയോസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മുകളിലത്തെ വീഡിയോയുടെ വോയിസ് കുറച്ചതിന് ശേഷം അവർ സ്വന്തം വോയിസ് ഓവറും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചാനലിൽ നമുക്ക് 100% മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ചാനൽ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഡിവോഷണൽ വീഡിയോസ് ചെയ്യുന്ന ചാനലാണ്. അനുസരിച്ചുള്ള സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും ലഭിക്കുന്നില്ലേ? പണം. നമസ്കാരം, വേദാന്ത വെബ്സിന്റെ പുതിയൊരു ടാരോ ട്രേഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേഴ്സണൽ ടാരോ ട്രേഡിംഗിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന. നമസ്കാരം, വേദാന്ത വെബ്സിന്റെ പുതിയൊരു ടാരോ ട്രേഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് അവർ ഗൂഗിളിൽ നിന്നും മറ്റും ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ സ്വന്തം വോയിസ് ഓവർ, മറ്റ് സോങ്ങോ ഒന്നും ഉപയോഗിക്കുന്നില്ല, അവരുടെ സ്വന്തം വോയിസ് ഓവർ അവർ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചാനലിനും അവർക്ക് 100% മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഡബ്മാഷ് വീഡിയോ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഡബ്മാഷ് വീഡിയോകൾ മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ അടുത്തടുത്തായിട്ട് അതായത് ഡബ്മാഷ് വീഡിയോകൾ ചെയ്യാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് റെപ്പറ്റേറ്റീവ് കണ്ടന്റ് എന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ലോങ് വീഡിയോസിന്റെ കാര്യം പറയാം. ലോങ് വീഡിയോസും ഇതുപോലെ സെയിം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ മറ്റ് ഫോട്ടോകൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാത്ത വീഡിയോകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ്സ് ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് ഉപയോഗിക്കുകയോ അല്ല എങ്കിൽ എന്തെങ്കിലും ചെറിയ ക്ലിപ്പുകളാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് ക്രിയേറ്ററിൻ്റെ ക്രിയേറ്റിവിറ്റി ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും തരത്തിലായിരിക്കാം, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഫേസ് കാണിച്ചിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ലൈവ് സ്ട്രീമുകളെ പറ്റി പറയാം. ഇന്ന് പല ക്രിയേറ്റേഴ്സും അവരുടെ ചാനലിൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അത് ലൈവ് സ്ട്രീമുകളാണ്. അപ്പോൾ നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ അതിൽ ഫേസ് കാണിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ലൈവുകളായിരിക്കാം ചെയ്യുന്നത്, ചിലപ്പോൾ ഗെയിം ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ
സ്ക്രീൻ വീഡിയോകളായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ലൈവാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈവിൻ്റെ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നിങ്ങൾ ആ ലൈവിൽ ആക്റ്റീവായിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പോൾ വ്യൂവേഴ്സ് കുറവായിരിക്കും, അത് കാര്യമാക്കേണ്ട ഇതില്ല. നിങ്ങളുടെ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വ്യൂവേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇതിലൂടെ ലഭിക്കുന്ന വാച്ച് അവർ കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എങ്ങനെ നമ്മൾ വീഡിയോസും ഷോർട്സും അതുപോലെ ലൈവ് സ്ട്രീമും ഒക്കെ ചെയ്താലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേഷൻ എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യാത്തതോ അല്ലെങ്കിൽ ഫേസ് കാണിക്കാത്തതോ ആയിട്ടുള്ള വീഡിയോകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോസോ ലോങ് വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ്ങോ മ്യൂസിക്കോ ഒന്നും ആഡ് ചെയ്യാതെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, അതുപോലെ ആഡ്സെൻസിൽ എന്തെങ്കിലും എറർ വന്നു അത് കറക്റ്റായിട്ട് റെഡിയാക്കാൻ അറിയില്ല, അപ്പീൽ വീഡിയോ റെഡിയാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.